ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. നിങ്ങൾ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന കണ്ടില്ലേ? അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട, കുറെ ആളുകൾ സദസ്സിലും ഇരിക്കണം. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുമെന്ന് ഇപ്പൊ ആളിന് മനസ്സിലായല്ലോ. ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക, മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധല്ലേ? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക, ഇതൊക്കെ അല്പത്തരമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നിട്ട് സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇത് മലയാളി പൊറുക്കില്ല, മലയാളി പൊറുക്കുന്ന നിലപാടല്ല. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോട് എടുക്കുന്ന സമീപനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. എടാ, മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയെല്ലാം ഒടിക്കും. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സംസ്ഥാന നേതൃത്വത്തെ അതുപോലെ വേദിയിൽ ഇരുത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഇല്ലോമനക്കുട്ട, ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാ. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഈ ചടങ്ങെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചു മാറ്റി നിർത്തുന്നു. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിനെതിരെ വിമർശനമുണ്ടായപ്പോൾ തടി തപ്പുന്നതിന് വേണ്ടി ഒരു കത്തയച്ചത് ഒരു ദിവസം മുമ്പാണ്. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ, ആവശ്യത്തിന് ഷുഗർ. ഉമ്മൻചാണ്ടിയുടെ സ്മരണ പൂർണ്ണമായും തുടച്ചു നീക്കി ഈ പദ്ധതി ഇല്ലാതാക്കാൻ കഠിന പ്രയത്നം ചെയ്ത് പിണറായിയുടെ പോസ്റ്റർ ഒട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുകയാണ് സഖാക്കൾ. സത്യം കാലം തെളിയിക്ക. കാലം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ പോലും ഒഴിവാക്കി പേരിന് വേണ്ടി സ്ഥലം MLA ആയ കോൺഗ്രസുകാരനെയും സ്ഥലം MP ആയ കോൺഗ്രസുകാരനെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ വേദിയിലിരുത്തി വാതുറപ്പിക്കാതെ വിജയം കൊയ്യാനായിരുന്നു പിണറായിയുടെ നീക്കം. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ പിണറായി പോലും ഞെട്ടിപ്പോയി. സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. മോദി മാത്രമല്ല ചടങ്ങിനെത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ് സോണോവാൾ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, ഈ 3 പേരും ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാത്ത ആളുമായ രാജീവ് ചന്ദ്രശേഖരനും വേദിയിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമീപനം, ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി.ജെ.പിയും എടുക്കുന്ന സമീപനം എന്താണെന്നതിന്റെ ഉദാഹരണമാണ്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.